അല്ലാഹു പറയാൻ, വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ, ആരെങ്കിലും അല്ലാഹുവിന്റെ പ്രവാചകന് എതിരായാൽ സന്മാർഗം അയാൾക്ക് വ്യക്തമായ ശേഷം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ, പ്രവാചകന്റെ സുന്നത്ത് ഇപ്രകാരമാണെന്ന് വളരെ വ്യക്തമായതിനു ശേഷം അല്ലാഹുവിന്റെ പ്രവാചകനോട് ആരെങ്കിലും എതിരായാൽ, വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളുടെ മാർഗമല്ലാത്ത മറ്റൊരു മാർഗം അയാൾ പിന്തുടർന്നാൽ, സ്വഹാബിമാരാണ് പ്രഥമമായ സത്യവിശ്വാസികളുടെ സംഘം. സത്യവിശ്വാസികൾ എന്ന് പറയുമ്പോൾ പ്രഥമമായി ഉദ്ദേശിക്കുന്ന സ്വഹാബിമാരെയാണ്. സ്വഹാബിമാരുടെ മാർഗത്തെയല്ലാതെ മറ്റൊരു മാർഗത്തെ ആരെങ്കിലും പിന്തുടർന്നാൽ, നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നം, അയാൾ തിരിഞ്ഞു പോകുന്ന വഴിക്ക് അള്ളാഹു അയാളെ തിരിച്ചുവിടും, അയാൾ നരകത്തിൽ എത്തിച്ചേരുകയും ചെയ്യും. വസാഅത് മസീറാ, അയാളുടെ മടക്കം വളരെ മോശമായിരിക്കുന്നു. പ്രവാചകന്റെ മാർഗം പിന്തുടരുക, സ്വഹാബിമാരുടെ മാർഗം പിന്തുടരുക, അതാണ് ശരിയുടെ വഴി, അതാണ് ഐഹിക പാരത്രിക വിജയത്തിന്റെ വഴി. ആ വഴിയല്ലാതെ ആരെങ്കിലും അവലംബിച്ചാൽ നരകത്തിലേക്കാണ് ചെന്നു ചേരുക. ആ നരകമാവുന്ന മടക്കസ്ഥാനം വളരെ മോശമാണെന്ന് അള്ളാഹു പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സ്വഹാബത്തിനെയും ഇത്തിബാഴ് ചെയ്യുക എന്നതാവണം വിശ്വാസികളുടെ രീതിയും ശൈലിയുമെന്ന് വിശുദ്ധ ഖുർആനിൽ ധാരാളം വചനങ്ങളിൽ അല്ലാഹു പറയാം. സൂറത്തു തൗബയിലും അല്ലാഹു ഇതേ കാര്യം തന്നെയാണ് പറയുന്നത്. والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه وأعد لهم جنات تجري تحتها الأنهار خالدين فيها أبدا ذلك الفوز العظيم. الله പറയാൻ, والسابقون الأولون من المهاجرين والأنصار, മുഹാജിറുകളിൽ നിന്നും അൻസ്വാറുകളിൽ നിന്നും സ്വഹാബികൾ രണ്ട് വിഭാഗമാണ്. ഒന്ന് മുഹാജിറുകൾ. മുഹാജിറുകൾ എന്ന് പറഞ്ഞാൽ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയ സ്വഹാബിമാർ. അൻസ്വാറുകൾ എന്ന് പറഞ്ഞാൽ മദീനയിൽ വെച്ച് അവർക്ക് എല്ലാവിധ സഹായങ്ങളും നൽകിയ മദീനയിലെ സ്ഥിരവാസികളായിരുന്ന വിശ്വാസികൾ. സഹായം ചെയ്തവരെന്ന അർത്ഥത്തിലാണ് അവരെ അൻസ്വാറുകൾ എന്ന് വിശേഷിപ്പിക്കുന്നത് തന്നെ. മുൻഗാമികളായ മുഹാജിറുകളും അൻസ്വാറുകളും വല്ലദീന തബഊഹും ബിഇഹ്സാൻ, നന്മയെല്ലാ മുഹാജിറുകളെയും അൻസ്വാറുകളെയും പിന്തുടർന്ന ആളുകളും റളിയല്ലാഹു അൻഹും വറദൂ അൻഹു വഅഅദ്ദ ലഹും ജന്നാത്തിൻ തജ്രി തഹ്തഹൽ അൻഹാർ ഖാലിദീന ഫീഹാ അബദാ ദാലികൽ ഫൗസുൽ അലീം. അല്ലാഹു അവരെ സംബന്ധിച്ച് തൃപ്തിയടഞ്ഞിരിക്കുന്നു. അവർ അല്ലാഹു സംബന്ധിച്ചും തൃപ്തിയടഞ്ഞിരിക്കുന്നു. അല്ലാഹു അവർക്ക് വേണ്ടി ആറുകൾ ഒഴുകുന്ന സ്വർഗമാണ് ഒരുക്കി വെച്ചിട്ടുള്ളത്. ആ സ്വർഗത്തിൽ അവർ ശാശ്വതരാണ്. അതാണ് വലിയ വിജയം, അതാണ് ഉന്നതമായ വിജയം. ഏത് മാർഗം? സ്വഹാബിമാരുടെ പ്രവാചകന്റെ മാർഗം പിന്തുടരുന്നവർ, അവർക്കാണ് സ്വർഗം അല്ലാഹു തആല ഒരുക്കി വെച്ചിട്ടുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അതുപോലെ മുഹാജിറുകളുടെയും അൻസ്വാറുകളുടെയും, ആ മുഹാജിറുകളെയും അൻസ്വാറുകളെയും പിന്തുടർന്നവരെയും പിന്തുടർന്ന ആളുകൾ, അവർക്കാണ് അല്ലാഹു തആല ശാശ്വതമായ വിജയവും സ്വർഗവും ഒരുക്കി വെച്ചിട്ടുള്ളതെന്ന് അല്ലാഹു പറയാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ, ആ ചര്യയെ ജാഗ്രതയോടെ പിന്തുടർന്ന സ്വഹാബിമാരുടെ മാതൃകകൾ, ആ മാതൃകകളെ പിന്തുടരുക എന്നതാണ് വിജയത്തിന്റെ ഒരേ ഒരു വഴിയെന്ന വിശ്വാസികളോട് അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ, അതേ കാര്യം തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളും വിശദീകരിച്ചു തന്നിട്ടുണ്ട്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറഞ്ഞു, മൻ കാന മിൻകും മുതഅസ്സൻ ഫല്യതഅസ്സ ബി അസ്ഹാബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളിൽ നിന്ന് ആരെങ്കിലും മാതൃക കൈകൊള്ളുകയാണെങ്കിൽ അവർ അല്ലാഹുവിന്റെ പ്രവാചകന്റെ ശിഷ്യന്മാരുടെ മാതൃക കൈകൊള്ളട്ടെ.
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിമാരുടെ മാതൃക കൈകൊള്ളട്ടെ. ഇഖ്താറഹുമുല്ലാഹു ലിസുഹ്ബത്തി നബിയിഹി വലിഇഖാമത്തി ദീനിഹി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സഹവാസത്തിന് വേണ്ടി, ദീനിന്റെ സംസ്ഥാപനത്തിന് വേണ്ടിയും ദീൻ നിലനിർത്താൻ വേണ്ടിയും അള്ളാഹു തെരഞ്ഞെടുത്ത വിഭാഗമാണ് സ്വഹാബിമാർ. അതുകൊണ്ട് നിങ്ങൾ ആരുടെയെങ്കിലും മാതൃക കൈകൊള്ളുന്നുവെങ്കിൽ നിങ്ങൾ കൈകൊള്ളേണ്ടുന്ന മാതൃക പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശിഷ്യന്മാരുടെ, സ്വഹാബിമാരുടെ മാതൃകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സന്ദർഭത്തിൽ പറഞ്ഞു, യഖ്തദൂ ബില്ലദൈനി മിൻ ബഅദി അബൂബക്കർ വഉമർ റളിയല്ലാഹു അൻഹുമാ. എനിക്ക് ശേഷം രണ്ടാളുടെ മാതൃകകൾ നിങ്ങൾ പ്രത്യേകം പിന്തുടരണേ. അതിലൊന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മാതൃകയാണ്, രണ്ടാമത് ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ മാതൃകയാണ്. അവരുടെ മാതൃകകൾ നിങ്ങൾ പ്രത്യേകം പിന്തുടരണേ. എന്തിനാ സ്വഹാബിമാരുടെ മാതൃകകൾ പിന്തുടരാൻ ഇസ്ലാമിക സമൂഹത്തോട് വിശുദ്ധ ഖുർആൻ ആജ്ഞാപിച്ചത്? എന്തിനാണ് പ്രവാചകൻ നിർദ്ദേശിച്ചത്? എന്തിനാണ് പ്രവാചക ശിഷ്യൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബിമാരുടെ മാതൃകകൾ കൂടി ഇസ്ലാമിക ഉമ്മത്തിന് ബാധകമാണെന്ന് നിർദ്ദേശിച്ചത്? കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും അവർ പിന്തുടരുകയായിരുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ അത് ധാരാളമായിട്ട് വിശദീകരിച്ചു. സ്വഹാബിമാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടരുന്നതിൽ പ്രകടിപ്പിച്ച ജാഗ്രത, അതിൽ മുൻപന്തിയിൽ നിന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്നെയായിരുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയാണ്, ലസ്തു താരികൻ ഷൈഅൻ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഅമലു ബിഹി ഇല്ലാ അമിൽതു ബിഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം ചെയ്താൽ ഞാനത് ഉപേക്ഷിക്കുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം ചെയ്താൽ ഞാനത് പ്രവർത്തിക്കാതെ ഇരിക്കില്ല. വയന്നി അഖ്ശാ ഇൻ തറക്തു ശൈഅൻ മിൻ അംരിഹി അൻ നസീഗ്. റസൂലുള്ളാഹിന്റെ ഏതെങ്കിലും ഒരു പ്രവർത്തനം ഞാൻ ഉപേക്ഷിച്ചാൽ ഞാൻ പിഴച്ചു പോകുമോ എന്ന് നിശ്ചയമായും ഞാൻ ഭയപ്പെടുന്നുണ്ട്. പ്രവാചകന്റെ ഒരു അമല് പോലും ഉപേക്ഷിക്കാതെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു പ്രവർത്തനം പോലും ബോധപൂർവം ഉപേക്ഷിക്കാതെയാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുന്നോട്ട് പോയത്. അതാണ് എൻ്റെ രീതിയെന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മാതൃകയെ പ്രത്യേകം പിന്തുടരണമെന്ന് പറയാൻ, സ്വഹാബിമാരുടെ മാതൃകകളെ പൊതുവായി പിന്തുടരണമെന്ന് പറഞ്ഞ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെയും ഉമർ റളിയല്ലാഹു അൻഹുവിന്റെയും മാതൃകകളെ പ്രത്യേകം പിന്തുടരണമെന്ന് പറയാൻ കാരണം ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അങ്ങനെയായിരുന്നു. റസൂലുള്ള ചെയ്തു എന്നതായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരേ ഒരു മാനദണ്ഡം. ഖുർആൻ പറഞ്ഞു, അതോടൊപ്പം റസൂലുള്ള ചെയ്തു. ഖുർആൻ പറഞ്ഞിട്ടില്ല, റസൂലുള്ള ചെയ്തിട്ടുമില്ല എങ്കിൽ അങ്ങോട്ടില്ല. ഉമർ റളിയല്ലാഹു അൻഹു പറയാൻ, ഇന്നി അഅലമു അന്നക ഹജറുൻ ലാ തദുറു വലാ തൻഫഉ. ഹജറുൽ അസ്വദിനെ മുത്തുന്ന സന്ദർഭത്തിലാ പറഞ്ഞത്, നിശ്ചയം എനിക്കറിയാം ഈ ഒരു കല്ല് മാത്രമാണ്, നിനക്ക് ഉപകാരോപദ്രവ ശേഷിയൊന്നുമില്ല. ഞാനത് മനസ്സിലാക്കുന്നുണ്ട്. കഅബാലയത്തിൽ വിഗ്രഹാരാധനയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് വിവരം കെട്ട ചില ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ. അവരെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സയ്യിദുനാ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ച ഒരു കാര്യം, ഹജറുൽ അസ്വദിനെ മുത്തിക്കൊണ്ട് മഹാനായ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറയാൻ, നിശ്ചയം എനിക്കറിയാം നീ ഒരു കല്ല് മാത്രമാണ്, നിനക്ക് ഉപകാരം ചെയ്യാനുള്ള ശേഷിയുമില്ല, നിനക്ക് ഉപദ്രവം ചെയ്യാനുള്ള കഴിവുമില്ല. വലൗലാ അന്നീ റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബ്ബലക മാ ഖബ്ബൽതുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നെ ചുംബിക്കുന്ന ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ നിന്നെ ചുംബിക്കാനൊന്നും ഇങ്ങോട്ട് വരില്ലായിരുന്നു. അങ്ങനെ റസൂലുള്ളാഹിന്റെ മാതൃകകൾ റസൂലുള്ള ചെയ്തു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഓരോ ചുവടുകളും അവരെ മുന്നോട്ട് വെച്ചു. അതാണ് സ്വഹാബിമാർ. ഇസ്ലാമിൽ ജനിച്ചു വളർന്ന സ്വഹാബിമാരുണ്ട്. അവര് ജനിച്ചു വീണത് തന്നെ മുസ്ലിങ്ങളായ മാതാപിതാക്കൾക്കാണ്.
അങ്ങനെയുള്ള സ്വഹാബിമാർ അവരുടെ ജന്മം തൊട്ടേ, കുഞ്ഞുനാൾ തൊട്ടേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഇത്തിബായിലായി വളർന്നു എന്നുള്ളതാണ്. അബൂ സലമ റളിയല്ലാഹു അൻഹു പറയാൻ, കുന്തു ഗുലാമൻ ഫീ ഹിജ്രി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ റസൂലുള്ളാഹിന്റെ മടിയിൽ ഒരു കുട്ടിയായിരുന്നു, റസൂലുള്ളാഹിന്റെ മടിയിൽ വളർന്ന ഒരു കുട്ടിയായിരുന്നു. വകാനത് യദീ തത്വീഷു ഫിസ്സഫഹ, ഭക്ഷണം കഴിക്കുമ്പോൾ എൻ്റെ കൈ ഇങ്ങനെ തളികയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കും. തളികയുടെ ഒരു ഭാഗത്ത് നിന്ന് കഴിക്കുക എന്നുള്ളതാണ്, ഏറ്റവും അടുത്ത ഭാഗത്ത് നിന്ന് കഴിക്കുക എന്നുള്ളതാണ് ഇസ്ലാമിക മര്യാദ. പക്ഷേ കൊച്ചു കുഞ്ഞല്ലേ, അതുകൊണ്ട് കുഞ്ഞിന്റെ കൈ എല്ലായിടത്തും ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. തളികയുടെ എല്ലായിടത്തും, സുപ്രയുടെ എല്ലായിടത്തും ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ സലമ റളിയല്ലാഹു അൻഹുവിനെ പഠിപ്പിക്കുകയാണ്. യാ ഗുലാം സമ്മില്ലാ, പൊന്നുമോനെ അള്ളാന്റെ പേര് പറഞ്ഞിട്ടാ ഭക്ഷണം കഴിക്കേണ്ടത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ് ഭക്ഷണം കഴിക്കാൻ തുടങ്ങണം. വകുൽ ബിയമീനിക്, വലത് കൈ കൊണ്ട് ഭക്ഷിക്കണം. വകുൽ മിമ്മാ യലീക്, നിന്റെ ഏറ്റവും അടുത്ത ഭാഗത്ത് നിന്ന് കഴിച്ചു തുടങ്ങണം. കൈ എല്ലാ ഭാഗത്തും എങ്ങനെ പാത്രത്തിന്റെ എല്ലാ ഭാഗത്തും സഞ്ചരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവാൻ പാടില്ല. ഏറ്റവും അടുത്ത ഭാഗത്ത് നിന്ന് കഴിച്ചു തുടങ്ങണം. അങ്ങനെ ഭക്ഷണ മര്യാദകൾ കൊച്ചു കുഞ്ഞായ സ്വഹാബിയെ എങ്ങനെ പഠിപ്പിക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അത് മാത്രമല്ല നമ്മുടെ വിഷയം. ആ സ്വഹാബി പിന്നീട് പറയാൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുഞ്ഞുനാളിൽ എന്നെ ഇത് പഠിപ്പിച്ചതിന് ശേഷം ഫമാ സാലത്തിൽ കത്ഉമതി ബഅദ്, അതിന് ശേഷം എൻ്റെ ഭക്ഷണ രീതി ആ പഠിപ്പിച്ച അതേപോലെയായിരുന്നു, റസൂലുള്ള പഠിപ്പിച്ച അതേപോലെയായിരുന്നു എൻ്റെ ഭക്ഷണ രീതി. കാടന്മാരായ ചില ആളുകളൊക്കെ ഉണ്ടായിരുന്നു അറബികളിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്റെ നിർദ്ദേശങ്ങളിലൂടെ അവർ ഉന്നത സംസ്കാരത്തിന്റെ ഉടമകളായി മാറി എന്നുള്ളതാണ്. അവർ നല്ലവരായി എന്നുള്ളതല്ല, അവർ ഉന്നത സംസ്കാരത്തിന്റെ ഉടമകളായി മാറി എന്നുള്ളതാണ്. അബൂ മസ്ഊദ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു പറയാൻ, ബൈന അന അദ്രിബു ഗുലാമൻ ലീ, എനിക്കൊരു സേവകൻ ഉണ്ടായിരുന്നു, ആ സേവകനെ ഞാൻ തല്ലുകയായിരുന്നു. എന്റെ അടിമയെ ഞാൻ തല്ലിക്കൊണ്ടിരിക്കുമ്പോ ഇത് സമയത്തു സൗത്തം മിൻ വറാഇ, എന്റെ പിറകിൽ നിന്നും ഞാനൊരു ശബ്ദം കേട്ടു, യഅലം അബാ മസ്ഊദ്, യഅലം അബാ മസ്ഊദ്, അബൂ മസ്ഊദേ ഒരു കാര്യം അറിയണം. സലാസൻ 3 പ്രാവശ്യം അത് പറയാൻ. എന്റെ പിറകിൽ നിന്നൊരു ശബ്ദം, യഅലം അബാ മസ്ഊദ്, യഅലം അബാ മസ്ഊദ് എന്നിങ്ങനെ 3 പ്രാവശ്യം ആവർത്തിച്ചു. ഫൽതഫത്തു ഫഇദാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ പിറകിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഫഖാൽ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലാഹി ലല്ലാഹു അഖ്ദറു അലൈക മിൻക അലാ ഹാദൽ ഹാൽ, നിനക്ക് നിന്റെ സേവകനെ തല്ലാൻ കഴിയുന്നുണ്ടെങ്കിൽ നീ ഓർക്കണം, നിനക്ക് നിന്റെ സേവകനെ തല്ലാൻ കഴിയുന്നതിനേക്കാൾ നിന്നെ കഠിനമായി ശിക്ഷിക്കാൻ കഴിയുന്നവനാണ് പടച്ചവൻ. ചെയ്തേക്കരുത് ഇങ്ങനെയൊന്നും, ഈ കാടത്തവും ക്രൂരതയൊന്നും ചെയ്യാൻ പാടില്ല. അബൂ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഫഹലഫ്തു അല്ലാ അദ്രിബ മംലൂകൻ ലീ അബദാ, അതിനുശേഷം ഞാൻ സത്യം ചെയ്തു, എൻ്റെ ഒരു സേവകനെയും ഇനി ഞാൻ തല്ലുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉന്നതമായ സ്വഭാവം റസൂലുള്ള അങ്ങനെ ശിഷ്യന്മാരിലേക്ക് പകർന്നു നൽകുകയായിരുന്നു. അങ്ങനെയാണ് ഏറ്റവും നല്ല ഗുണമുള്ള ഒരു വിഭാഗമായി സ്വഹാബിമാർ ലോകത്ത് മാറിയത്. റസൂലുള്ള അങ്ങനെയാണല്ലോ, മാ ളറബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാദിമൻ ലഹു വലംറഅതൻ വലാ ളറബ ബിയദിഹി ശൈആ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്റെ ഒരു പരിചാരകനെ, ഒരു സേവകനെയോ, പ്രവാചകന്റെ ഭാര്യമാരിൽ ഒരാളെയോ എന്നല്ല, ഏതെങ്കിലും ഒരു സ്ത്രീയെയോ എന്നല്ല, ഒരു വസ്തുവിനെയും റസൂലുള്ള തല്ലിയിട്ടില്ല എന്നുള്ളതാണ്. ഒന്നിനെയും റസൂലുള്ള അടിച്ചിട്ടില്ല. വലാ വറബ ശൈആ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിക്കുന്നത്. ഒന്നിനെയും റസൂലുള്ള അടിച്ചിട്ടില്ല. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ ഇപ്രകാരം പറഞ്ഞു, മാ വറബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശൈഅൻ ഖത്തു, റസൂലുള്ള ഒന്നിനെയും അടിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ലാ ബഹീമത്തൻ, ഒരു മൃഗത്തെ പോലും റസൂലുള്ള അടിച്ചിട്ടില്ല. പക്ഷേ നേരത്തെ പറഞ്ഞ ഹദീസിൽ ഇങ്ങനെ കാണാം, ഇല്ലാ അയ്യുജാഹിദ ഫീ സബീലില്ലാ,
അള്ളാന്റെ മാർഗത്തിൽ പ്രതിരോധിക്കുമ്പോൾ പ്രതിരോധാവശ്യാർത്ഥം യുദ്ധ സന്ദർഭങ്ങളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ശത്രുവിന് നേരെ പ്രവാചകനും ആയുധമോങ്ങിയിട്ടുണ്ട്. പക്ഷെ അത് ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ, ആ യുദ്ധ സന്ദർഭം ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളെയും അടിച്ചിട്ടില്ല എന്നല്ല, ഒരു വസ്തുവിനെയും അടിച്ചിട്ടില്ല, ഒരു മൃഗത്തെ പോലും തല്ലിയിട്ടില്ല എന്ന പണ്ഡിതന്മാർ അതിനെ വിശദീകരിക്കുകയാണ്. സഹോദരങ്ങളെ, ആ ഉയർന്ന വ്യക്തിത്വത്തെ, ആ ഒരു പൂർണ്ണ വ്യക്തിത്വത്തെ ഇത്തിബാഴ് ചെയ്തപ്പോഴാണ് ജീവിതത്തിൽ ഉന്നതമായ ഒരു സമൂഹമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശിഷ്യന്മാർ മാറിയത്. ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മഹാന്മാരായ സ്വഹാബിമാർ പിന്തുടർന്നത് പോലെ പിന്തുടരാൻ വിശ്വാസികൾക്ക് കഴിയണം. അത് ഞാൻ പറഞ്ഞതല്ല, ഖുർആൻ പറഞ്ഞതാണ്. ഫയിൻ ആമനൂ ബിമിസ്ലി മാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൗ. ആ സ്വഹാബിമാർ വിശ്വസിച്ചതുപോലെ നിങ്ങളും വിശ്വസിച്ചിരുന്നുവെങ്കിൽ നിശ്ചയം നിങ്ങൾ സന്മാർഗം പ്രാപിച്ചേന. ആ സ്വഹാബിമാർ പ്രവർത്തിച്ചതുപോലെ, ആ സ്വഹാബിമാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടർന്നത് പോലെ നിങ്ങളും പിന്തുടർന്നിരുന്നുവെങ്കിൽ നിങ്ങൾ സന്മാർഗം പ്രാപിച്ചേന എന്ന് ഖുർആൻ പറയാൻ. ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തിനെയും പിന്തുടരുന്നതിൽ ഈ ഉമ്മത്ത് പരാജയപ്പെടുന്നതായാണ് പലപ്പോഴും നമ്മൾ കാണുന്നത്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും പഠിപ്പിക്കാത്ത ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ജീവിത രീതികളുമൊക്കെ ഈ ഉമ്മത്തിലേക്ക് എങ്ങനെ കടന്നു വരുന്നു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിക്കുന്നില്ല, പഠിക്കാത്തത് കൊണ്ട് പിന്തുടരാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ലോകം നിയന്ത്രിക്കുന്നത് തന്നെ ചില ഔലിയാക്കളാണ് എന്നിടത്തേക്ക് കാര്യങ്ങളെത്തി തെറ്റായ വിശ്വാസങ്ങൾ സമൂഹത്തിൽ പ്രചരിപ്പിക്കുകയാണ്. CM വലിയുല്ലാഹി മടവൂർ വരെ എവിടെ നിന്ന് തുടങ്ങി? അബ്ദുൽ ഖാദിർ അൽ ജീലാനിയിൽ നിന്ന് തുടങ്ങി. CM വലിയുല്ലാഹി മടവൂർ വരെ അവരെ വലിയുള്ള എന്ന തലത്തിൽ പോലുമല്ല കാണുന്നത്. അള്ളാഹുവിന്റെ ഔലിയാക്കൾ എന്നതിനപ്പുറത്ത് അവരെയൊക്കെ ദിവ്യന്മാരായി കാണുന്ന ഒരു വല്ലാത്ത വ്യതിചലിച്ച വിശ്വാസത്തിന്റെ ഉടമകളായി ഈ സമുദായത്തിലെ പലരും എന്തുകൊണ്ട് മാറുന്നു എന്ന് ചോദിച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാഴ് ചെയ്യാൻ, അനുധാവനം ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. നബിയും സ്വഹാബത്തും പഠിപ്പിച്ച വിശ്വാസമുണ്ട്, അവരെ പകർന്നു നൽകിയ അഖീദയുണ്ട്. ആ അഖീദ എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ ഈ സമുദായത്തിലെ പലർക്കും സാധ്യമാവുന്നില്ല. അതുകൊണ്ട് സമുദായത്തിൽ മന്ത്രവാദവും ഈ ഔലിയാ പൂജയും ഖബറാരാധനയും ഉറൂസ് മഹാമഹങ്ങളും പൊടിപൊടിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സ്വഹാബത്തിന്റെയും മാതൃകകളെ ഇത്തിബാഴ് ചെയ്തിരുന്നുവെങ്കിൽ ഇതൊന്നും സംഭവിക്കുമായിരുന്നില്ല. സാംസ്കാരികമായും ഈ സമുദായം അങ്ങേയറ്റം മതപ്പതിച്ചുകൊണ്ടിരിക്കുന്ന, ദുഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. മദ്യത്തിനും മറ്റ് ലഹരി വസ്തുക്കൾക്കും ചെറുപ്പക്കാർ വല്ലാണ്ട് അടിപ്പെട്ടു പോകുന്നു. അതിലൂടെ വ്യക്തിയുടെ സമാധാനവും കുടുംബത്തിന്റെ സമാധാനവും വീട്ടിലെ സമാധാനവും നാട്ടിലെ സമാധാനവും എല്ലാം നശിച്ചു പോകുന്നു. ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും നമുക്ക് പകർന്നു തന്ന ഒരു സുവർണ മാതൃകയുണ്ട്. ആ മാതൃകയെ പിന്തുടരുക എന്നുള്ളതാണ്. നമുക്കറിയാം ആരായിരുന്നു അറബികൾ. ഞാൻ മരിച്ചാൽ എന്നെ മുന്തിരിവള്ളിയുടെ ചുവട്ടിൽ മറമാടണമെന്ന് പറഞ്ഞുകൊണ്ട് വസിയ്യത്ത് എഴുതി മരണപ്പെട്ടിരുന്ന അറബികളെ, മദ്യത്തിനും യുദ്ധത്തിനും മദിരാശിക്ക് പെണ്ണിനും അടിമപ്പെട്ടിരുന്ന ഒരു ജനവിഭാഗത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബിമാരും സംസ്കരിച്ചു, ഖുർആനിലൂടെ സംസ്കരിച്ചു. വിശുദ്ധ ഖുർആനിൽ അധ്യാപനങ്ങളിലൂടെ ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. നിശ്ചയം മദ്യപാനവും ചൂതാട്ടവും പ്രശ്നം വെക്കലും വിഗ്രഹങ്ങളുമെല്ലാം പിശാചിന്റെ മാലിന്യങ്ങളിൽപ്പെട്ടതാണ്. വിശ്വാസികളെ, നിങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ നിങ്ങളത് ഒഴിവാക്കിയേ പറ്റൂ. ഖുർആന്റെ ഈ അധ്യാപനം ഇറങ്ങിയപ്പോൾ ഇൻതഹൈന, ഞങ്ങൾ വിരമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് പിന്മാറുകയാണ് വിശ്വാസി സമാജം. അതുവരെ മദ്യപിക്കാനുള്ള അനുവാദം, അതല്ലെങ്കിൽ മദ്യത്തെ പൂർണ്ണമായും വിരോധിച്ചുകൊണ്ടുള്ള ഒരു നിർദ്ദേശം ഖുർആനിൽ ഉണ്ടായിരുന്നില്ല. പൂർണ്ണമായും നിരോധിച്ചുകൊണ്ടുള്ള നിർദ്ദേശം ഇറങ്ങിയപ്പോൾ ഇൻതഹൈന, ഞങ്ങൾക്ക് വേണ്ടത് പരലോക വിജയമാണ്, അതുകൊണ്ട് ഞങ്ങൾ വിരമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് പിന്മാറുകയാണ്.
അറേബ്യയിൽ മദ്യം എന്ന് പറയുന്ന പാനീയം ഒരു അനാവശ്യ പാനീയമായിട്ട് മാറുകയാണ്. അതോടുകൂടി സഹോദരങ്ങളെ, ആ ഒരു ശൈലിയുണ്ട്. ഈമാനിലൂടെ തഖ്വയിലൂടെ ജനങ്ങളെ സംസ്കരിക്കുന്ന ശൈലി, ആ സംസ്കരണ ശൈലിയാണ്, ആ ഒരു തസ്കിയത്തിന്റെ ശൈലിയാണ് അള്ളാഹു പഠിപ്പിച്ചത്, അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശിഷ്യന്മാർ തലമുറകളെ പഠിപ്പിച്ചത് ആ ശൈലിയാണ്. ആ ശൈലിയെ പിന്തുടരാൻ നമുക്ക് സാധിക്കണം. റസൂലുള്ളാഹിനെ ഇത്തിബാഅ് ചെയ്യാൻ, പ്രവാചകന്റെ പ്രവർത്തികൾ, പ്രവാചകന്റെ വാക്കുകൾ, പ്രവാചകന്റെ മൗനാനുവാദങ്ങൾ പരിഗണിച്ചുകൊണ്ടുള്ള ജീവിതം, അതാണ് ഇത്തിബാഉ സുന്ന എന്ന് പറയുന്നത്. ഇത്തിബാഉ റസൂലിൽ ഉമ്മത്ത് മികച്ചു നിൽക്കാൻ ഉമ്മത്തിന് സാധിക്കാതെ പോകുന്നത്, അതല്ലെങ്കിൽ ഇത്തിബാഉ റസൂലിൽ ഈ സമുദായത്തിന് വീഴ്ചകൾ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? രണ്ട് പ്രധാന കാരണങ്ങളുണ്ട്. അതുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഒന്ന് അറിവില്ലായ്മയാണ്, അജ്ഞതയാണ്. റസൂലുള്ളാഹിന്റെ സുന്നത്ത് എന്താണെന്ന് പഠിക്കുന്നില്ല. ഖുർആന്റെ നിർദ്ദേശങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ എന്താണെന്ന് കൃത്യമായി പഠിക്കണം, മനസ്സിലാക്കണം. കുറച്ച് സമയമെങ്കിലും നമ്മുടെ അധ്വാനത്തിൽ നിന്ന് ചെറിയൊരു ഭാഗമെങ്കിലും ഖുർആൻ പഠിക്കാൻ, ഹദീസ് പഠിക്കാൻ നമ്മൾ വിനിയോഗിക്കണം എന്നുള്ളതാണ്. അതില്ലാത്തത് കൊണ്ടാണ് ഇത്തിബാഉ റസൂൽ ജീവിതത്തിൽ ഇല്ലാതെ പോയത്. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, നിങ്ങളിൽ ഏറ്റവും ഉത്തമരായ ആളുകൾ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. ഖുർആൻ പഠിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ജീവിതത്തിൽ ഒരു സമയം നീക്കിവെക്കണം. ഹദീസും പഠിക്കണം, സുന്നത്ത് പഠിക്കണം. മഹാനായ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, തഅല്ലമുസ് സുന്ന കമാ തഅല്ലമൂനൽ ഖുർആൻ. നിങ്ങൾ ഖുർആൻ പഠിക്കുന്നത് പോലെ സുന്നത്തും പഠിക്കണം. സഹോദരങ്ങളെ, ഖുർആനും ഹദീസും ഒക്കെ പഠിക്കാനുള്ള ധാരാളം അവസരങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. നമ്മുടെ ഈ മസ്ജിദിൽ തന്നെ ഖുർആൻ പഠന കേന്ദ്രമുണ്ട്. മറ്റു പലയിടങ്ങളിലും ഖുർആനും ഹദീസും പഠിക്കാനുള്ള നല്ല അവസരങ്ങളുണ്ട്. ആ അവസരങ്ങളെ കഴിയും പോലെ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ്. അങ്ങനെ ഖുർആനും ഹദീസും പഠിക്കുമ്പോഴേ റസൂലുള്ളാഹിനെ ഇത്തിബാഅ് ചെയ്യാൻ നമുക്ക് സാധിക്കൂ. അറിവില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഖുർആന്റെ നിർദ്ദേശങ്ങളുടെ പൊരുളറിയാൻ അയാൾക്ക് സാധിക്കില്ല. പ്രവാചകന്റെ ചര്യകൾ എന്തെല്ലാമാണെന്ന് മനസ്സിലാക്കാൻ അയാൾക്ക് കഴിഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെ അയാൾ ഇത്തിബാഅ് ചെയ്യും? റസൂലുള്ളാഹിന്റെ ചര്യയെ ഇത്തിബാഅ് ചെയ്യണമെങ്കിൽ റസൂലുള്ളാഹിന്റെ ചര്യ എന്താണെന്ന് അറിയണ്ടേ. പക്ഷേ അയാൾക്കത് അറിയുന്നില്ല എങ്കിൽ, അയാളത് അറിയാൻ ശ്രമിച്ചിട്ടില്ല എങ്കിൽ എങ്ങനെയാണ് അയാൾ ഇത്തിബാഅ് ചെയ്യുക? അതുകൊണ്ട് ഇത്തിബാഉ റസൂൽ സാധ്യമാവണമെങ്കിൽ സാധ്യമാവുന്ന അളവിൽ ഖുർആനും ഹദീസും പഠിക്കാൻ ശ്രമിക്കണം. അതുകൊണ്ടാണ് വിജ്ഞാനത്തിന് വലിയ പ്രാധാന്യം നൽകിയത്. മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ത്വരീഖഹു ഇലൽ ജന്ന. അറിവന്വേഷിക്കുന്ന വഴിയിൽ ആരെങ്കിലും പ്രവേശിച്ചാൽ സ്വർഗത്തിലേക്കുള്ള അയാളുടെ മാർഗം അല്ലാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന. പഠിക്കാൻ വേണ്ടി ഒരാൾ പരിശ്രമിച്ചാൽ അയാൾ സ്വർഗത്തിലേക്കാണ് നടന്നു നീങ്ങുന്നത്. ഖുർആന്റെ നിർദ്ദേശങ്ങൾ അയാളുടെ ജീവിതത്തിൽ പാലിക്കുന്നവനായി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയെ പിന്തുടരുന്നവനായി അയാൾ മാറും. അതാണ് പഠിച്ചതിന്റെ ഗുണം എന്ന് പറയുന്നത്. വഇന്ന ത്വാലിബൽ ഇൽമി ലയസ്തഗ്ഫിറു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർളി ഹത്തൽ ഹിതാനു ഫിൽ മാ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, വിജ്ഞാനം അന്വേഷിക്കുന്നയാൾ അയാൾക്ക് വേണ്ടി ആകാശത്തെ മാലാകമാർ മുഴുവനും പാപമോചനം തേടിക്കൊണ്ടേയിരിക്കുകയാണ്. അറിവന്വേഷിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ ചെലവഴിക്കുന്ന സമയം അയാൾക്ക് വൃഥാവിലാവുന്നില്ല, വെറുതെയാവുന്നില്ല. മറിച്ച് പ്രാർത്ഥന ലഭിക്കുകയാണ്. ആരുടെ പ്രാർത്ഥന? ആകാശത്തെ മലക്കുകളുടെ പ്രാർത്ഥന. വമൻ ഫിൽ അർള്, ഭൂമിയിലെ അള്ളാഹുവിന്റെ സൃഷ്ടികളുടെ പ്രാർത്ഥന. അത് വിശദീകരിച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു, ഹത്തൽ ഹീതാനു ഫിൽ മാ. ജലാശയങ്ങളിലെ മത്സ്യങ്ങൾ വരെ വിജ്ഞാനം അന്വേഷിക്കുന്നയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. സഹോദരങ്ങളെ, അതുകൊണ്ട് അറിയാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അറിവില്ലായ്മയാണ് പ്രവാചകനെ പിന്തുടരുന്നതിന്റെ മുമ്പിലുള്ള ഏറ്റവും വലിയ തടസ്സം എന്ന് പറയുന്നത്. ഇത്തിബാഉ റസൂലിന്റെ മുമ്പിലുള്ള രണ്ടാമത്തെ തടസ്സം അന്ധമായ അനുകരണമാണ്. അന്ധമായ അനുകരണം, തഖ്ലീദ് എന്നാണ് അന്ധമായ അനുകരണത്തെ ഇസ്ലാം വിശേഷിപ്പിക്കുന്നത്. അത് പാടില്ലാത്തതാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സ്വഹാബത്തിന്റെയും ചര്യകളെ പിന്തുടരണമെന്നതിൽ തർക്കമില്ല. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് ദിവ്യബോധനം ലഭിക്കുന്ന പ്രവാചകനാണ്. ഖുർആൻ അല്ലാത്ത വഹികളും പ്രവാചകനുണ്ട് എന്ന് നമ്മുടെ ധാരാളം പ്രസംഗങ്ങളിൽ നമ്മൾ വിശദീകരിച്ചതാണ്. ആ പ്രവാചകന്റെ പ്രവർത്തികളെ ജാഗ്രതയോടെ പിന്തുടർന്നവരാണ് സഹാബിമാർ. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബിമാരെയും പിന്തുടരുക, ഇത്തിബാഉർ റസൂൽ, അത് ഖുർആന്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കുന്നതിന്റെ തന്നെ ഭാഗമാണ്. പക്ഷേ ഖുർആനിന്റെയും സുന്നത്തിന്റെയും എല്ലാം നിർദ്ദേശങ്ങൾക്കെതിരായി പൗരോഹിത്യത്തിന്റെയും നാട്ടുമൂപ്പന്മാരുടെയും പ്രമാണിമാരുടെയും വാക്കുകളെയും രീതികളെയും പിന്തുടരലാണ് തഖ്ലീദ് എന്ന് പറയുന്നത്. അത് പാടില്ല. അന്ധമായ അനുകരണം വിശ്വാസിക്ക് പാടില്ല. അന്ധമായ അനുകരണം വിശ്വാസികളുടെ സ്വഭാവമല്ല, അത് നിഷേധികളുടെ സ്വഭാവമാണെന്ന് ഖുർആൻ പറയുന്നത്. വൈദാ ഖീല ലഹും തആലൂ ഇലാ മാ അൻസലല്ലാഹു വഇലർ റസൂലി ഖാലൂ ഹസ്ബുനാ മാ വജദ്നാ അലൈഹി ആബാഅനാ അവലൗ കാന ആബാഉഹും ലാ യഅലമൂന ശൈഅൻ വലാ യഹ്തദൂൻ. അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിലേക്ക് വരണം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിലേക്ക് വരണം എന്നവരോട് നിർദ്ദേശിച്ചാൽ അവര് പറയും, നിഷേധികൾ പറയും. എന്താ അവര് പറയാ? ഞങ്ങളുടെ കാരണവന്മാരായി ഞങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്, ഞങ്ങൾ ശീലിച്ചു പോരുന്ന ചില കാര്യങ്ങളുണ്ട്, ഞങ്ങൾ സ്വീകരിച്ചു പോരുന്ന ചില നിലപാടുകളുണ്ട്, ഞങ്ങളുടെ ഉപ്പൂപ്പമാരായി ഞങ്ങളുടെ കാരണവന്മാരായി ഞങ്ങൾ സ്വീകരിച്ചു പോരുന്ന ആ നിലപാടിൽ നിന്ന് അണുവളവ് വ്യതിചലിക്കുവാൻ ഞങ്ങൾ തയ്യാറല്ല. തുടർന്ന് ഖുർആൻ പറയാണ്, അവലൗ കാന ആബാഉഹും ലാ യഅലമൂന ശൈഅൻ വലാ യഹ്തദൂൻ. അവരുടെ പിതാക്കന്മാരെ ഒന്നും അറിയാത്ത, സന്മാർഗം പ്രാപിക്കാത്ത ആളുകളാണ്. എങ്കിൽ പോലും അവര് പറയും, എന്ത് പറയും? ഞങ്ങളുടെ കാരണവന്മാര് മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ മതി, അത് മതി ഞങ്ങൾക്ക് എന്ന് പറയും. അതാണ് അന്ധമായ തഖ്ലീദ് എന്ന് പറയുന്നത്. അന്ധമായ തഖ്ലീദ് വിശ്വാസികൾക്ക് ഭൂഷണമല്ല. പണ്ഡിതന്മാരോടെല്ലാം ചോദിച്ച് മനസ്സിലാക്കാം, അത് അറിവ് തേടുന്നതിന്റെ ഒരു വഴിയാണ്. വസ്അലൂ അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ. നിങ്ങൾക്കറിയില്ല എങ്കിൽ അറിവുള്ള ആളുകളോട് നിങ്ങൾ ചോദിക്കണം. പക്ഷേ ചോദിക്കുമ്പോൾ അയാളുടെ അഭിപ്രായമല്ല, എന്താണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്, എന്താണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുള്ളത്, പ്രവാചകന്റെ വാക്കുകളെ ഏത് രീതിയിലാണ് സ്വഹാബിമാർ തലമുറകളിലേക്ക് പകർന്നു നൽകിയിട്ടുള്ളത്, ആ രീതിയിൽ പ്രമാണബദ്ധമായി കാര്യങ്ങളെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അങ്ങനെ പ്രമാണബദ്ധമായി കാര്യങ്ങളെ മനസ്സിലാക്കാതിരിക്കലാണ് അന്ധമായ തഖ്ലീദ് എന്ന് പറയുന്നത്. അന്ധമായ അനുകരണം പാടില്ലെന്നാണ് മഹാന്മാരെല്ലാവരും പഠിപ്പിച്ചിട്ടുള്ളത്. വിജ്ഞാനത്തിൽ ആഴത്തിൽ ഇറങ്ങിയ ആളുകൾ മുഴുവനും പഠിപ്പിച്ചിട്ടുള്ള വലിയ യാഥാർത്ഥ്യം അതാണ്. അതാണ് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഇന്നമാ അന ബശറുൻ, ഞാനൊരു മനുഷ്യൻ മാത്രമാണ്. ധാരാളം ഫത്വകൾ നൽകിയിരുന്ന, ധാരാളം കർമ്മശാസ്ത്ര അഭിപ്രായങ്ങൾ മുന്നോട്ട് വെച്ചിരുന്ന മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞ അഭിപ്രായമാണ്, ഇന്നമാ അന ബശറുൻ, ഞാനൊരു മനുഷ്യൻ മാത്രമാണ്. അഖ്തിഉ വ ഉസീബു, ഞാൻ പറയുന്ന കാര്യങ്ങളിൽ ശരികൾ ധാരാളം ഉണ്ടാവാം, പക്ഷേ ഒരു മനുഷ്യൻ എന്ന നിലയിൽ എന്നിൽ തെറ്റുകളും സംഭവിക്കാം. അതുകൊണ്ട് ഫൻളുറൂ ഫീ റഅയി, എന്റെ അഭിപ്രായം നിങ്ങൾ ധാരാളമായിട്ട് ചിന്തിച്ചുകൊണ്ട് സ്വീകരിക്കണം, ആലോചിച്ചുകൊണ്ട് സ്വീകരിക്കണം. ഫകുല്ലു മാ വാഫഖൽ കിതാബ വസ്സുന്നഹ്, കിതാബിനോടും സുന്നത്തിനോടും ഖുർആനോടും ഹദീസിനോടും യോജിച്ചു നിൽക്കുന്ന അഭിപ്രായമാണ് എന്റെ അഭിപ്രായമെങ്കിൽ ഫഖുദൂഹു, അതാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത്, ആ അഭിപ്രായമാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത്. വകുല്ലു മാ ലം യുവാഫിഖിൽ കിതാബ വസ്സുന്നത ഫതറുകൂഹ്, കിതാബിനോടോ സുന്നത്തിനോടോ ചേരാത്ത വല്ലതും എന്നിൽ നിന്നാണ് സംഭവിച്ചു പോയിട്ടുള്ളതെങ്കിൽ പോലും നിങ്ങളത് ഉപേക്ഷിക്കണം. കിതാബിനും സുന്നത്തിനും എതിരായ കാര്യങ്ങൾ ബോധപൂർവം ഇമാം മാലിക് പറഞ്ഞിരുന്നു എന്നാരും തെറ്റിദ്ധരിക്കണ്ട. പക്ഷേ ഒരു നിലപാട് പറയാണ്, എന്റെ അഭിപ്രായം എന്നതല്ല. ഞാൻ എന്താണ് അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ നിന്ന്, ഞാൻ എന്താണ് പ്രവാചകന്റെ സുന്നത്തിൽ നിന്ന്, ഞാൻ എന്താണ് സ്വഹാബിമാരുടെ ജീവിത രീതിയിൽ നിന്ന്, ഞാൻ എങ്ങനെയാണോ റസൂലുള്ളാഹിന്റെ സുന്നത്തിനെ സ്വഹാബിമാർ വിശദീകരിച്ചതായി നിങ്ങൾക്ക് പകർന്നു നൽകുന്നത്,
അതാണ് പ്രമാണം എന്ന് പറയുന്നത്. പ്രമാണബദ്ധമായി കാര്യങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധ്യമാവണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാഅ് ചെയ്യുന്നതിലുള്ള 2 തടസ്സങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന് അറിവില്ലായ്മയാണ്. അറിവ് നേടിക്കൊണ്ടത് പരിഹരിക്കാൻ നമ്മൾ ശ്രമിക്കണം. 2 അന്ധമായ അനുകരണമാണ്. അന്ധമായ അനുകരണം എന്നാൽ ഖുർആനും ഹദീസുമാകുന്ന തെളിവുകൾ മനസ്സിലാക്കാതെയുള്ള തഖ്ലീദ് അനുകരണം. ആ തഖ്ലീദ് അഥവാ അന്ധമായ അനുകരണം വ്യാപിച്ചതിന്റെ ഭാഗമാണ് സമൂഹത്തിൽ ഇന്ന് ശിർക്കും ബിദ്അത്തും എല്ലാം വ്യാപകമായി കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഖുർആൻ പഠിക്കണം, ഹദീസ് പഠിക്കണം. സ്വഹാബത്ത് എങ്ങനെയാണോ പ്രവാചകനെ മാതൃകയാക്കിയത്, ജാഗ്രതയോടെ ആ സ്വഹാബത്തിന്റെ ജീവിത രീതികളും പഠിക്കണം. ആമിനൂ കമാ ആമനന്നാസ്, ആമിനൂ കമാ ആമനന്നാസ്. സ്വഹാബികൾ വിശ്വസിച്ചതുപോലെ നിങ്ങൾ വിശ്വസിക്കണം. പിന്നെ ആ സ്വഹാബിമാരുടെ കാലത്തിന് ശേഷം കാലാനുസൃതമായിട്ടുള്ള പുതിയ വിഷയങ്ങൾ അഭിമുഖീകരിക്കുമ്പോൾ കിതാബിനും സുന്നത്തിനും സ്വഹാബിമാരുടെ നിലപാടുകൾക്കും എതിരാവാത്ത രീതിയിൽ പുതിയ നിലപാടുകൾ സ്വീകരിക്കാവുന്നതാണ്. അതിനെയാണ് ഇജ്തിഹാദ് എന്ന് പറയുന്നത്. പക്ഷെ അത് കിതാബിനും സുന്നത്തിനും അതുപോലെ സ്വഹാബിമാരുടെ വീക്ഷണങ്ങൾക്കും എതിരാവാത്ത രീതിയിലാണ് ആ നിലപാട് സ്വീകരിക്കേണ്ടത്. ഇങ്ങനെ ദീനിനെ മനസ്സിലാക്കുമ്പോഴാണ് ശരിയായ അർത്ഥത്തിൽ ഒരാൾ ദീനിനെ മനസ്സിലാക്കി എന്ന് പറയുക സാധ്യമാവുകയുള്ളൂ. അതല്ലാതെ നമ്മൾ തോന്നും പോലെ കാര്യങ്ങളെ വിലയിരുത്തുന്ന, കാര്യങ്ങളെ സംബന്ധിച്ച് എഴുതുന്ന, കാര്യങ്ങളെ സംബന്ധിച്ച് പറയുന്ന ഒരു രീതി ഉണ്ടായി കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് നമുക്കെത്തിപ്പെടാൻ കഴിയില്ല. പിന്നെയല്ലേ മറ്റൊരാളുടെ സ്വർഗത്തെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത്. സഹോദരങ്ങളെ, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടരുന്നതിൽ ഇന്ന് നമുക്കതിൽ വീഴ്ച സംഭവിച്ചാൽ നാളെ നമുക്കതിന് കൈകടിക്കേണ്ടി വരും. യൗമ തുഖല്ലബു വുജൂഹുകും ഫിന്നാരി യഖൂലൂന യാ ലൈതനാ അത്വഇനല്ലാഹ വഅത്വഇനർ റസൂല. നാളെ പരലോകത്ത് നരകത്തിൽ ആളുകൾ മുഖം കുത്തി വീടുമ്പോ അവര് പറയുന്നൊരു വർത്തമാനമുണ്ട്, യാ ലൈതനാ അത്വഇനല്ലാഹ വഅത്വഇനർ റസൂല. ഞാൻ അള്ളാഹുവിനെ അനുസരിച്ചിരുന്നുവെങ്കിൽ, അള്ളാഹുവിന്റെ പ്രവാചകൻ അനുസരിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നുവെന്ന് നരകത്തിൽ മുഖം കുത്തി വീഴുന്ന ഘട്ടത്തിൽ ആളുകൾ പറയും. റസൂലുള്ളാഹിനെ ഇത്തിബാഅ് ചെയ്തിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. റബ്ബനാ ഇന്നാ അത്വഅനാ സാദാതനാ വകുബറാഅനാ വഅളല്ലൂന സബീല. പടച്ചവനെ, ഒരുപാട് നേതാക്കന്മാരെയും ഒരുപാട് നായകന്മാരെയും ഒക്കെ ഞാൻ അനുസരിച്ചു പോയി, അവരെന്നെ ശരിയായ വഴിയിൽ നിന്ന് പിഴപ്പിച്ചു കളഞ്ഞതാണ്. അല്ലാഹുവേ, നിന്റെ കൽപ്പനകളെ അനുസരിച്ചുകൊണ്ട് നിന്റെ പ്രവാചകനെ ഞാൻ ഇത്തിബാഅ് ചെയ്തിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. സ്വഹാബത്ത് ഇത്തിബാഅ് ചെയ്തതുപോലെ റസൂലുള്ളാഹിനെ ഇത്തിബാഅ് ചെയ്യുക. അതാണ് സഹോദരങ്ങളെ നമ്മുടെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത്. ഇന്നെല്ലാ ചർച്ചകളിലും ഇസ്ലാമോഫോബിയാണ് കടന്നു വരുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് പോലും മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളെ പൈശാചികവൽക്കരിക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തിബാഉർ റസൂലിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശങ്ങളെ ശരിയാം വണ്ണം പിന്തുടരുന്നതിലൂടെ അത്തരം ശ്രമങ്ങളെ എല്ലാം അതിജീവിക്കുവാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. ഡോക്ടർ അബ്ദുറഹ്മാൻ അൽ അരീഫി എന്ന് പറയുന്ന ഒരു സൗദി എഴുത്തുകാരനുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തിന്റെ അനുഭവം അദ്ദേഹം പങ്കുവെക്കുകയാണ്. എങ്ങനെയാണ് ഇസ്ലാമോഫോബിയയുടെ ആശയങ്ങളെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകകളെ പിന്തുടർന്നുകൊണ്ട് നമുക്ക് അതിജീവിക്കുവാൻ സാധിക്കുക എന്ന് ഡോക്ടർ അബ്ദുറഹ്മാൻ അൽ അരീഫി എന്ന് പറയുന്ന എഴുത്തുകാരൻ വിശദീകരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ സുഹൃത്തായിരുന്ന ഒരു സൗദി പൗരൻ, സൗദി യുവാവ് ജർമ്മനിയിൽ പോയി താമസിക്കുകയാണ്. പഠനാവശ്യാർത്ഥം ജർമ്മനിയിൽ പോയി താമസിക്കുകയാണ്. അദ്ദേഹം ജർമ്മനിയിൽ താമസിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ അയൽക്കാരനായിട്ട് മറ്റൊരു ജർമ്മൻ വംശജനാണ്. വലിയ ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള ഒരു ജർമ്മൻ വംശജൻ. ഇസ്ലാമിനെ കുറിച്ചും അറബികളെ കുറിച്ചും വലിയ വെറുപ്പും വിദ്വേഷവും അയാൾക്കുണ്ടെന്ന് അയാളുടെ ഓരോ പെരുമാറ്റത്തിലും ഈ സൗദി വംശജൻ മനസ്സിലാക്കി. അയാള് ഈ സൗദി യുവാവിനെ കാണുമ്പോൾ ചിരിക്കുക പോലുമില്ല, മുഖം തിരിച്ചു കളയും, മുഖം ചുളിച്ചു കളയും. അങ്ങനെ സൗദി യുവാവിനെ അവഗണിക്കുന്നത് കാണുമ്പോൾ ഇതിന്റെ കാരണം ഇസ്ലാമോഫോബിയ മാത്രമാണെന്ന് സൗദി യുവാവ് തിരിച്ചറിഞ്ഞു. ഒരു ഘട്ടത്തിൽ ജർമ്മൻ വംശജനായ സഹോദരൻ 2 മാസക്കാലം വീട്ടിൽ കാണുന്നില്ല, യാത്ര പോയതാണ്. വിദേശത്തേക്ക് എവിടെയോ ജർമ്മനിയിൽ നിന്ന് അദ്ദേഹം യാത്ര പോയിരിക്കുകയാണ്. ഈ സൗദി യുവാവ് ചെയ്തെന്താണെന്നറിയോ? 2 മാസമാണ് അദ്ദേഹം വീട്ടിലില്ലാത്തത്. അതുകൊണ്ട് എല്ലാ ദിവസവും വീട്ടിലേക്ക് പത്രം വരുന്നുണ്ട്, എല്ലാ ആഴ്ചകളിലും വാരികകളും വരുന്നുണ്ട്. പത്രങ്ങളെല്ലാം കൃത്യമായിട്ട് ഇങ്ങനെ അടുക്കി വെച്ചു. അതിൻ്റെതായ ക്രമത്തിൽ ഓരോ ദിവസവും വരുന്ന പത്രം, അതിൻ്റെ തൊട്ടുമേലെ അടുത്ത പത്രം, അങ്ങനെ വളരെ തർത്തീബിൽ തന്നെ, വളരെ ഓർഡറിൽ തന്നെ, ക്രമത്തിൽ തന്നെ ഇങ്ങനെ അടുക്കി വെച്ചു എന്നുള്ളതാണ്.
വാരികകളും അതുപോലെ അടുക്കി വെച്ചു, വളരെ വൃത്തിയായി. അങ്ങനെ ആ ജർമ്മൻ സുഹൃത്ത്, ജർമ്മൻ അയൽക്കാരൻ മടങ്ങി വന്നപ്പോ ജർമ്മൻ അയൽക്കാരന് ഇതെല്ലാം കൊണ്ടുപോയി കൊടുത്തു. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് വരാറുള്ള പത്രങ്ങളും അതുപോലെ വാരികകളും എല്ലാം നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ പാടില്ല. അത് നിങ്ങൾക്ക് പുതുമയോടെ വായിക്കാൻ കഴിയണം. അതിനുവേണ്ടി ഞാനതെല്ലാം ക്രമത്തിൽ അടുക്കി വെച്ചിട്ടുണ്ട്, വൃത്തിയായി ഞാനത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇതാ ആ പത്രങ്ങളുടെയും വാരികളുടെയും കെട്ടാണ്, ഇത് നിങ്ങൾ സ്വീകരിച്ചു കൊള്ളുക. അപ്പൊ ജർമ്മൻ സഹോദരൻ ഇത് പൈസക്ക് വേണ്ടി, പണത്തിന് വേണ്ടി ചെയ്തതാണെന്നാ ചിന്തിച്ചത്. അതുകൊണ്ട് പോക്കറ്റിൽ കൈയിട്ടുകൊണ്ട് പണം കൊടുക്കാൻ നേരത്ത് പറഞ്ഞു, ഞാനിതൊന്നും പണത്തിന് വേണ്ടി ചെയ്തതല്ല, ഇതെന്റെ ബാധ്യതയാണ്, നിങ്ങളുടെ അയൽക്കാരനായ എന്റെ ബാധ്യതയാണിത്. അയൽക്കാരനോട് ഇപ്രകാരം ബാധ്യതകൾ ഉണ്ടെന്നാണ് എന്റെ പ്രവാചകൻ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയുക്രിം ജാറഹു. ആരെങ്കിലും അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ അയാളുടെ അയൽക്കാരനെ ആദരിക്കട്ടെ എന്നാണ് എന്റെ പ്രവാചകൻ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. മാസാല ജിബ്രീലു യൂസീനി ബിൽ ജാരി ഹത്താ ലനന്തു അന്നഹു സയുവരിസുനി. ജിബ്രീൽ അലൈഹിസ്സലാം എപ്പോഴും അയൽക്കാരന്റെ കാര്യത്തിൽ എന്നെ ഉപദേശിച്ചു കൊണ്ടേയിരുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ശിഷ്യന്മാരോട് പറയുമായിരുന്നു. ഹത്താ ലനന്തു അന്നഹു സയുവരിസുനി. അയൽക്കാരൻ എന്റെ സ്വത്തിൽ അനന്തരഗാമിയായേക്കുമോ എന്ന് ഞാൻ ആശങ്കിക്കുന്നിടത്തോളം അയൽക്കാരന്റെ കാര്യത്തിൽ നിരന്തരമായിട്ട് ജിബ്രീൽ വന്നുകൊണ്ട് എന്നെ ഉപദേശിച്ചു കൊണ്ടേയിരുന്നു. അത്രമാത്രം അയൽക്കാരനെ സ്നേഹിക്കണം, പരിഗണിക്കണം, ബഹുമാനിക്കണം. അയാളുടെ കടപ്പാടുകൾ ഉണ്ടെന്ന് പഠിപ്പിച്ച ഒരു പ്രവാചകന്റെ അനുയായിയാണ് ഞാൻ. ആ പ്രവാചകന്റെ നിർദ്ദേശങ്ങളാണ് ഞാൻ പാലിക്കുന്നത്. ഇത് കേട്ടപ്പോ ആ മനുഷ്യൻ ഈ ദീനിനെ തിരിച്ചറിയുകയാണ്, ഈ പ്രവാചകനെ തിരിച്ചറിയുകയാണ്. അതോടുകൂടി ആ സൗദി യുവാവും ജർമ്മൻ യുവാവും നല്ല സുഹൃത്തുക്കളായി മാറി എന്നുള്ളതാണ്. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെയും റസൂലിന്റെയും സ്നേഹം നേടിയെടുക്കുന്നതോടൊപ്പം ജനമനസ്സുകളിൽ ഇസ്ലാമിനെ സംബന്ധിച്ചുള്ള ആ നല്ല ധാരണ ഉണ്ടാക്കാനും തെറ്റായ ധാരണകളെ നീക്കാനും പ്രവാചകനെ പിന്തുടരുന്നതിലൂടെ സാധ്യമാവും. ശരിയായ രീതിയിൽ ഇത്തിബാഉർ റസൂൽ നിർവഹിക്കുന്നവരിൽ അല്ലാഹു നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ.